ഈന്തപ്പഴവും പച്ചമുളകും വെച്ചിട്ട് ഇതുപോലെ ഐറ്റം നിങ്ങൾ മുമ്പ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിന്റെ രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല, കഴിച്ച് തന്നെ അറിയണം. എണ്ണയിൽ കടുക് പൊട്ടിച്ച് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 10-12 പച്ചമുളക് നെടുകെ കീറിയതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത് 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 20 ഈത്തപ്പഴം കുരു കളഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ. ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയും 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും 1 ടീസ്പൂൺ കായംപൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പൊ ശർക്കര പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചെറുതായിട്ടൊന്ന് പാനിയാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു ഈത്തപ്പഴവും പച്ചമുളകൊക്കെ നന്നായിട്ട് അലിഞ്ഞു കിട്ടണം. ഇതുപോലെ ആയിട്ട് കിട്ടണം കേട്ടോ. നല്ല അടിപൊളിയാണ്. ബിരിയാണിന്റെയും ചോറിന്റെ ഒക്കെ കൂടി അടിപൊളിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ചിക്കൻ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇതിലേക്ക് സവോളയോ ഇഞ്ചിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. 5 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ നുടച്ചെടുക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം 3/4 കിലോ ചിക്കൻ ചേർക്കാം. എന്നിട്ട് അതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലെ ചിക്കൻ പീസുകളൊക്കെ കോരിയെടുത്ത് നല്ല ചൂടായ വെളിച്ചെണ്ണയിലിട്ട് 2 വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വശം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇത് ഈ ഒരു വെളിച്ചെണ്ണയോട് കൂടെ തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. അടിപൊളിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ചിക്കൻ വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വളരെ ഈസി ആണെങ്കിലും കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ കഴിയില്ല കേട്ടോ. എന്നും ഒരേ രീതിയിൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. വെളിച്ചെണ്ണയിലേക്ക് വലിയ ജീരകം, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്കൊരു 3/4 കിലോനടുത്തുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചിക്കൻ്റെ കളറൊക്കെ മാറി ഇതുപോലെ ആവണം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഒരു 3/4 വേവാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ഓരോ ടീസ്പൂൺ വീതവും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ഈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആണ്. ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ടേസ്റ്റാണ്. ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും ഒരു 10 വറ്റൽമുളകും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മാങ്ങ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തത് ഈ ഒരു എണ്ണയിൽ കുറച്ചായിട്ട് മുഴുവനായിട്ടും ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് മൊരിപ്പിച്ചെടുക്കൊന്നും വേണ്ട. ഇതിലേക്ക് നമ്മൾ ആദ്യം മൂപ്പിച്ചെടുത്ത വറ്റൽമുളകും കറിവേപ്പിലയും പൊടിച്ചതും പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൽ നിന്നും 1 ടീസ്പൂൺ ആ ഒരു പൊരിച്ചെടുത്ത എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊർന്നുണ്ട് കേട്ടോ. അത്രക്കും രുചിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തിരക്കുള്ള ദിവസങ്ങളിലോ അതല്ലെങ്കിൽ മടിയുള്ള ദിവസങ്ങളിലോ ഒക്കെ വെറും 2 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചോറിലേക്ക് സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പൊട്ടിച്ച് വറ്റൽമുളക് മൂപ്പിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് മൂപ്പിച്ച് ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കണ്ട. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്ത് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പുളിയിലേക്ക് തന്നെ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ 2 പപ്പടം പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇതുണ്ടെങ്കിൽ ചോറിന് വേറൊന്നും വേണ്ട കേട്ടോ. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നല്ല ചൊടിയിലും എരിവിലും ചോറ് കഴിക്കാൻ
തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതൊരു സ്പൂൺ ഉണ്ടെങ്കിൽ ചോറും പാത്രം കാലിയാവുന്നത് അറിയില്ല. കുറച്ച് പാൽക്കാന്താരി അഥവാ വെള്ളക്കാന്താരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു കാന്താരിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. ഇതും കൂട്ടി ഒരു ചോറ് കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ്, അടിപൊളിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പപ്പടം ഇതുപോലെ വറുത്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുട്ടിനും ചോറിനൊക്കെ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് പപ്പടം കട്ട് ചെയ്തെടുത്ത് ചൂടായ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 ചെറിയ ഉള്ളിയും 10 വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. പപ്പടത്തിൽ ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു വറുത്തച്ച പപ്പടം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരാറുള്ളത് വെയിറ്റ് ലോസ് റെസിപ്പീസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ വണ്ണവും വയറൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനിലേക്ക് 3 മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സവോളയും ക്യാരറ്റും തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാനിൽ അല്പം നെയ്യാക്കി കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ സാധാരണ ഓംലേറ്റ് തയ്യാറാക്കി എടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും നമുക്ക് വണ്ണം കുറക്കാനായിട്ട് ഒരു നേരം ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റിയതായിട്ടുള്ള അടിപൊളി ആയിട്ടാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. നാരങ്ങ ഇതുപോലെ ആവി കയറ്റിയെടുത്ത ശേഷം തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ട്, നോക്കാം. ഒരു 15 നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 3 മിനിറ്റ് നേരം ആവി കയറ്റിയ ശേഷം ചൂടാറിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാഫായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 4 പീസോ 8 പീസോ ഒക്കെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ എന്നിവ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. കൂടുതൽ സമയം തിളപ്പിക്കരുത്, ആവി കയറ്റിയത് കാരണം 1 മിനിറ്റ് മതിയാവും. നല്ല അടിപൊളി വെള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.